സൗന്ദര്യപ്പണ കൊണ്ട് ഞാൻ വഴക്കൊന്നും ഇടില്ല കേട്ടോ. വഴക്കൊന്നും ഞാൻ മൗനമാണ്, ഞാൻ മിണ്ടില്ല. അപ്പൊ എന്റെ മൗനം എന്താക്കാൻ വേണ്ടി വീട്ടിൽ ഇങ്ങനെ പറയും പാടി നടക്കുന്ന ഒരു പാട്ടാണ് രാജ്യം. അതിനൊരു വരിയുണ്ട്, എൻ മൗനം മാറ്റാന്ന് പറഞ്ഞിട്ട്. ആര് പാടുന്നതിനൊക്കെ രവിട്ടൻ പാടുന്ന പാട്ട് ഇഷ്ടം. നേരിട്ട് പാടുന്ന മക്കളൊക്കെ ചോദിക്കും, ദാസേട്ടൻ പാട്ട് നിർത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അച്ഛൻ എന്ത് ചെയ്യും? ഞാൻ പാട്ട് നിർത്തും, സംഗീതം ചെയ്ത് നിർത്തും. ഇതാണ് മറുപടി. അത് മാത്രമല്ല രവിട്ടനെ ദാസേട്ടന് ആരാധനയാണ്. വാസ്തവത്തിൽ ദൈവത്തിനേക്കാൾ അപ്പുറമാണ് ദാസേട്ടനെ കണ്ടുകൊടുത്തത്. ഇതിൽ പാട്ടിനോട് ദൈവത്തിന്റെ ആലാപനവും ഒക്കെ. അടുത്ത നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ വിളിക്കുമല്ലോ, അപ്പൊ നമുക്കറിയില്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉരുട്ടി കഴിക്കുന്നത്. അവർ വീട്ടും പറയും അങ്ങനെ കഴിക്കുന്ന സാവത്തിൽ വന്നിട്ട് ഇങ്ങനെ ഈ 4 വരലേ ആകാൻ പാടുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും, ജീവിതത്തിലെ പല കാര്യങ്ങളും അതെന്റെ ശുദ്ധ സംഗീതം പോലെ ഒരു ശുദ്ധ മനുഷ്യനായിരുന്നു. മാസ്റ്ററിന്റെ ഒരു ജീവിതത്തെക്കുറിച്ച്, സംഗീത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 പേരുകൾ കൂടെ നമ്മൾ മനസ്സിലോർക്കും. ഒന്ന് ഗിരീഷ് പുത്രജി സാറ്, യേശുദാസ് സാറ്, ദെൻ ചിത്രാമ്മ. ഏറ്റവും കൂടുതൽ ഇവർ 3 പേരുടെയും ബെസ്റ്റ് രവീന്ദ്രൻ മാസ്റ്റർ കൂടെ ആയിരുന്നു ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അപ്പം ഒരു പാട്ട് വരുമ്പോ, അല്ലെങ്കിൽ ഒരു മ്യൂസിക്, ഒരു സംഗീതം തലയിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുമ്പോ ഇവരെ കൊണ്ട് ചെയ്യിക്കണം എന്നൊരു ആഗ്രഹം പറയാറുണ്ടോ? തീർച്ചയായിട്ടും രവീന്ദ്രൻ ദാസേട്ടനെ അല്ലാതെ വേറെ മനസ്സിൽ ആരും വരത്തില്ല. പാട്ട് കമ്പോസ് ചെയ്തിരിക്കുമ്പോൾ തന്നെ രവീന്ദ്രൻ ദാസേട്ടന് വേണ്ടിയാണ് കമ്പോസ് ചെയ്യുന്നത്. അത് അപ്പൊ ആ ദാസന്റെ റേഞ്ച് എത്രയാണ്, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും രവീന്ദ്രൻ ഇത് പോകുന്നത്. മറ്റൊരാളെ രവീന്ദ്രൻ എന്തും അറിയില്ല, കാണാൻ പറ്റില്ല. അതൊരു പല കാരണങ്ങളും എനിക്കുള്ളത്. ഒന്നും വെച്ച് ഒരു കടപ്പാടുണ്ട്, അറിയാലോ. അത് രവീന്ദ്രനെ ഒരു സംഗീത സംവിധാനം വേണ്ടിയിട്ട് ഒരുപാട് ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊടുത്തത്. പക്ഷെ എത്ര റെക്കമെൻഡേഷൻ ചെയ്താലും ഇവർ കഴിവില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഒരു പടത്തിലൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രവിട്ടമ്മന്റെ കഴിവ് തെളിയിച്ചു, പിന്നെ നിൽക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. പക്ഷെ എങ്കിലും എന്നും അതുണ്ട്. പിന്നെ മറ്റൊന്ന്, ദാസേട്ടൻ ഇത്ര വലിയ പാട്ടുകാരൻ അല്ലെങ്കിൽ ദാസനോട് പാടിക്കും. കടപ്പാടുണ്ടെങ്കിൽ അപ്പൊ രവീന്ദ്രൻ ഒരു പാട്ട്, രവീന്ദ്രൻ പറഞ്ഞ പെർഫെക്ഷൻ നോക്കുക, അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വെളിയിൽ കൊണ്ടുവരാൻ ആരും പറ്റുമോ? നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആണെന്നല്ലേ ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുമ്പോ ദി ബെസ്റ്റ് ആണ് നോക്കുക എല്ലാവരും. അങ്ങനെ പറ്റുന്നതാണ് രവീന്ദ്രൻ. എല്ലാം സൂപ്പർ പാട്ടുകളാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഇത്രത്തോളം സംസാരിക്കുന്ന വെച്ചാല് അതാ എല്ലാം കോമ്പിനേഷൻ ശരിയായത്. ലിറിക്, മ്യൂസിക്, ഇത് സിംഗിങ്, അത് ആലാപനം, ഈ 3 ഒത്തൊരുമ്പോഴാണ് ഒരു പാട്ടിന്റെ ഏറ്റവും മനോഹരമായിട്ട് പുറത്തു പോയി. ഇവരുടെ കാലത്തിൽ സംഭവിച്ചു. ഗിരീഷ് ആണെങ്കിൽ കൈതപ്പുറത്താണെങ്കിൽ ലിറിക്സ് അത്രയും. കൈതപ്പുറം രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന ഒരു കോംബോ തന്നെയാണ്. പിന്നെ ദാസേട്ടൻ പാടാൻ ഫീമെയിൽ ചിത്ര ജനകമായിരുന്നു ആദ്യമൊക്കെ പാടിയത്. നന്ദനത്തിന്റെ കാർഗോയിൽ പറഞ്ഞ ആ ഒറ്റ പാട്ട് കൊണ്ട് തന്നെ ഭയങ്കര ഓളം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ മാഷക്ക് ശേഷമാണെങ്കിലും ദാസേട്ടൻ ഇപ്പൊ കാര്യമായിട്ട് സെമി ക്ലാസിക്കലോ ക്ലാസിക്കൽ സോങ്സ് ഒന്നും വന്നില്ല. ഒന്നും നമ്മൾക്ക് കേൾക്കാനുള്ള ഭാഗ്യമില്ല. പക്ഷെ ഒരു എപ്പോഴും ഇപ്പം ഈ പുതിയ കുട്ടികളും 90s കിഡ് വേഴ്സസ് 22K കിഡ്സ് എന്ന് പറഞ്ഞ ഒരു തർക്കം വരുമ്പോഴും മെജോറിറ്റി ഓഫ് 2K കിഡ്സിനും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ എപ്പോഴും രവീന്ദ്ര മാസ്റ്റർ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മയെങ്കിലും വരും. അത് റിയാലിറ്റി ഷോ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. ഫൈനൽ റൗണ്ടിൽ എന്തായാലും രവീന്ദ്ര മാസ്റ്ററുടെ പാട്ട് വേണം വിൻ ചെയ്യണമെങ്കിൽ. ആ ഒരു ഇതിലുണ്ടാകും. അതെന്തെന്ന് വെച്ചാല് ഞാൻ പറയുന്നത് ശരി, മാഷിനൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഓരോരോ സമയങ്ങളിലൊക്കെ പിന്നെ പാട്ട് ഈ നമ്മുടെയൊക്കെ മലയാളം പാട്ട് എടുക്കുന്ന സമയത്ത് പലപ്പോഴും എന്താ പറയുക, ചിലപ്പോൾ ലാസ്റ്റൊക്കെ എടുത്തിട്ട് പൈസ ഇല്ലാതെ വരും. അപ്പൊ അങ്ങനത്തെ പല പാട്ടുകളും വന്നിട്ടുണ്ട്. ചില കയ്യിൽ നിട്ട് ചെയ്തിട്ടുണ്ട് പറയൊക്കെ. അപ്പൊ നമ്മളൊക്കെ ശരി പറയും, എല്ലാവരും ഇങ്ങോട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അങ്ങോട്ട് ഇട്ട് ചെയ്യുന്നവര്. അപ്പൊ രശോഭ നിനക്കറിയില്ല, പാട്ട് പുറത്തിറങ്ങുമ്പോൾ അവർക്കറിയില്ല അത് പ്രൊഡ്യൂസറുടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നമെന്ന് അറിയില്ല. രവീന്ദ്രൻ മാഷിന്റെ പാട്ട് എന്നല്ലേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊന്നാവണം എന്നാണ് എന്റെ ഇത്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സംഗീതത്തിനെ വിൽക്കാത്ത ഒരാളായിരുന്നു മാഷ്. സംഗീതത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കോംപ്രമൈസ് തയ്യാറാവില്ല. ആരെങ്കിലും ഇപ്പൊ റെക്കമെൻഡേഷൻ ഒന്നും അങ്ങനൊന്നും എടുക്കില്ല കേട്ടോ. കഴിവുണ്ടെങ്കിൽ മാത്രമേ റെക്കമെൻഡേഷൻ കേൾക്കത്തുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ വളരെ ഫീൽ ചെയ്യും. ശരി, അങ്ങനെ ആരെ കൊണ്ടെങ്കിലും പാടിക്കേണ്ട സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുവൻ ഫീൽ ആയി, ഷോ ഈ പാട്ട് ഇങ്ങനെ പാടേണ്ടതായിരുന്നല്ലോ, ദാസേട്ടൻ പാടല്ലോ, ചിത്ര പാടേണ്ടതായിരുന്നല്ലോ എന്നിതിനെ കുറിച്ച് വീണ്ടും അറിയിച്ചുകൊണ്ടിരിക്കും. എന്റെ മക്കളൊക്കെ ചിലപ്പം പറയും, പിന്നെ അച്ഛാ എത്ര പാട്ടുകാരിരിക്കുന്നു, ദാസനെ കൊണ്ട് മാത്രം പഠിച്ചാൽ അവർക്ക് പാടണ്ടേ, 4 പാട്ടിൽ 1 പാട്ട് അവർക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ പറയും. അപ്പൊ എന്നിട്ട് നമ്മൾ പറയാറുണ്ട്, അങ്ങനെ പറയാറുണ്ട്. വെച്ചാൽ പാവമൊക്കെ എല്ലാം ഫീലാകും, മറ്റൊരു പാട്ട് പാടി അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളതുകൊണ്ട്. പക്ഷെ ഡേവിഡ് മനസ്സിൽ ദാസേട്ടൻ്റെ വേറെ വരില്ല. ജയചന്ദ്രൻ, പി ജയചന്ദ്രനുമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെ പറ്റിയിട്ട്, അപൂർവമായിട്ട് പാടിച്ചിട്ടുള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെ മക്കളൊക്കെ ചോദിക്കും, ദാസേട്ടൻ പാട്ട് നിർത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അച്ഛൻ എന്ത് ചെയ്യും?
ഞാൻ പാട്ട് നിർത്തും, സംഗീതം ചെയ്ത് നിർത്തും. ഇതാണ് മറുപടി. എന്നാലും പറയും പാടി പറയുക. അതിങ്ങനെ ഫീൽ ചെയ്യും, വീട്ടിൽ വന്നിരുന്നിട്ട് ഫീൽ ചെയ്യും. ശരി, എന്നിട്ട് അതെ അത് ദാസേട്ടൻ പാടിയിരുന്നത് എങ്ങനെ ഉണ്ടാവും, ദാസേട്ടൻ പാടുന്നത് എങ്ങനെയുണ്ട്, ഇതാണ് ഒരു കേട്ടും അതിൻ്റെ കേട്ടുണ്ടോ. അപ്പൊ അതല്ലാതെ ആ ഒരു എന്താ പറയുന്നത്, അത് അങ്ങനത്തെ ഒരു, അത് മാത്രമല്ല രവിയേട്ടനെ ദാസേട്ടന് ആരാധനയായി. വാസ്തവത്തിൽ ദൈവത്തിനേക്കാൾ അപ്പുറമാണ് ദാസേട്ടനെ കണ്ടുകൊടുത്തത്. ഇതിൽ പാട്ടിനോട് അദ്ദേഹത്തിന്റെ ആലാപനവും ഒക്കെ ഒത്തിരി നമ്മൾ ഉടക്കിയിട്ടുണ്ട്. പിടക്കം വരും, പക്ഷെ കോംപ്രമൈസ് ഉണ്ടാവും, പെട്ടെന്നാവും. പെട്ടെന്ന് പറ്റില്ല, ഉറപ്പിട്ടേ പറ്റില്ല. ഞങ്ങൾ എറണാകുളംകാർക്ക് വർഷത്തിലൊരിക്കൽ രവീന്ദ്രോത്സവം എന്നും പറഞ്ഞിട്ട് പാവക്കുളത്തുണ്ട്. രാവിലെ തുടങ്ങും, ഒരു 9 മണിക്ക് തുടങ്ങി പാതിരാത്രി വരെ. അമ്പലത്തിനടുത്ത് തന്നെ. അമ്പലത്തിനടുത്ത് തന്നെ, അമ്പലത്തിനടുത്ത് 15 വർഷത്തോളായി. ഫ്രണ്ടിലുണ്ടല്ലോ, ഇപ്പുറത്ത് അല്ല 10-15 വർഷം കഴിഞ്ഞു ഇപ്പൊ ആ ഒരു ഇത് തുടങ്ങിയിട്ട് രവീന്ദ്രോത്സവം. 2006 അതെ, ഞാൻ ചെറുതായിരുന്നപ്പോ മുതലേ പോകുന്നതാണ്. 2005 മാസം 2006 ദാസേട്ടാണ് ഉദ്ഘാടനം ചെയ്ത് വെച്ചത്. തുടങ്ങിയത് അതിപ്പോഴും രമേശ് നായർ ആണ് അത് ഇങ്ങനൊരു സംഭവം. അതായത് എങ്ങും ഇല്ലാത്തൊരു പേരുണ്ട്, ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ നിന്ന് ഒരു ദിവസം ഒരു സംവിധായകന്റെ പേരിൽ 10 ദിവസത്തെ ഉത്സവത്തിൽ ഒരു ദിവസം രവീന്ദ്ര സംഗീതോത്സവം എന്ന പേരിലാണ് നമ്മൾ തുടങ്ങിയത്. ആർക്ക് വേണമെങ്കിലും പോയി പാടാം. രമേശ് നായരാണ് തുടങ്ങി വെച്ചത്. ഫസ്റ്റ് നമ്മൾ ദാസേട്ടനെ കൊണ്ടുവന്നു, തുടക്കത്തിൽ 2006 കൊണ്ടുവന്നു. അന്ന് തൊട്ട് ഈ കഴിഞ്ഞൊരു 3-4 വർഷത്തിന് മുമ്പ് വരയ്ക്കും പാവക്കുളം തമ്മിൽ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്, ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ 4 വർഷമായിട്ട് മാറിയപ്പോൾ അസീസ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നു. ഇപ്പോൾ മാറി പാടിവട്ടത്ത് നടക്കും. കാരണം എന്തെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഭഗവാനോടുള്ള ഇതൊന്നും അല്ല, പക്ഷെ അതൊരു ചുരുങ്ങിപ്പോയി. ഒട്ടും ഒരു എന്താ പറയുക, ഇമ്പ്രൂവ്മെന്റ് ആവുന്നില്ല. കാരണം ഒരു ക്ഷേത്ര ഉത്സവത്തിന്റെ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു ചടങ്ങ് മാത്രമേ മാറി. ആ ഒരു ഓഡിയൻസ് മാത്രമായിരിക്കും വരിക. പലർക്കും ഞാൻ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഓഡിയൻസും അങ്ങനത്തെ ഉള്ള ആർക്കും കയറാന്നുള്ളതാണ്. പക്ഷെ ക്ഷേത്രോത്സവത്തിന്റെ ഇത് ക്ഷേത്രോത്സവത്തിന്റെ ഒരു ഭാഗമായിട്ട് വളരെ പക്ഷെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് മാറുക. അതുപോലെ ക്ഷേത്രം വരും, പിന്നീട് പുതിയ അവരൊക്കെ ആദ്യമുള്ളൊരു വളരെ ഉത്സാഹത്തോട് തുടങ്ങിയതാണ്. പിന്നെ വന്ന പുതിയ കമ്മിറ്റിക്കൊന്നും അത്ര ചെറു താല്പര്യക്കുറവൊക്കെ ഉണ്ടായി. എന്തിനിപ്പോൾ അവർക്ക് ലാഭമില്ല, നമുക്ക് ലാഭമില്ല, ആർക്കും ഒരു പ്രശ്നം ഇതില്ല, വെറുതെ എങ്ങനെ പാടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ട്രിബ്യൂട്ടന്മാർ നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഈ അസീസിയയിലേക്ക് മാറ്റി. പക്ഷെ അതോടുകൂടി അതിന്റെ കളർ മാറി, ഇന്റർനാഷണൽ ലെവൽ അത് ഫേമസ് ആയിട്ട്. ഇപ്പം എല്ലാ സിംഗേഴ്സും ഉണ്ടാവും. എല്ലാ വർഷവും നമ്മൾ രവീന്ദ്ര പുരസ്കാരം കൊടുക്കും. കഴിഞ്ഞ വർഷം വേദപുരത്തിനായിരുന്നു, മുന്നത്തെ വർഷം തമ്പി സാറിനായിരുന്നു, ഈ വർഷം ചിത്രയ്ക്കാണ് ഈ വർഷത്തെ രവീന്ദ്ര പുരസ്കാരം കിട്ടുന്നത്. അങ്ങനെ അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് രവീന്ദ്രൻ മാഷോടുള്ള ജീവിതവും പ്രണയവും കല്യാണത്തിന് ശേഷമുള്ള പ്രണയവും ഒക്കെ ചിന്തിക്കുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ ഏത് പാട്ടായിരിക്കും ഓർക്കുക എപ്പോഴും? ആ ഒരു ഫേവറേറ്റ് രവീന്ദ്രൻ മാഷോടുള്ള പ്രണയവും അല്ലെങ്കിൽ ആ ജീവിതവും ഓർമ്മകളും എല്ലാം വെക്കുമ്പോ ആദ്യം വരുന്ന ഒരു പാട്ട് ഏതായിരിക്കും? എനിക്ക് താരകയെ പാട്ട് വളരെ ഇഷ്ടമാണ്, എങ്കിലും എനിക്ക് വേണ്ടി എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു, രാജീവം. രാജീവം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ തങ്ങളില്ലേ ഇപ്പൊ എല്ലാവരും ഫാമിലി ആകുമ്പോഴത്തേക്ക് എന്താണ് ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവില്ലേ. സൗന്ദര്യപ്പണം കൊണ്ട് ഞാൻ വഴക്കൊന്നും ഇടില്ല കേട്ടോ. വഴക്കുന്നത് ഞാൻ മൗനമാണ്, ഞാൻ മിണ്ടില്ല. മിണ്ടാതെ എനിക്ക് തോന്നൽ മണ്ണിരിക്കുന്നത് ഇപ്പോഴാണ് മിണ്ടിക്കൊണ്ടേയിരിക്കുന്നത്. നേരത്തെ മിണ്ടാത്ത. അപ്പൊ എന്റെ മൗനം എന്താക്കാൻ വേണ്ടി രവിട്ട് ഇങ്ങനെ പറയും, പാടി കിടക്കുന്നൊരു പാട്ടാണ് രാജീവ്. അതിനൊരു വരിയുണ്ടോ, എൻ മൗനം മാറ്റാന്ന് പറഞ്ഞിട്ട് ചെയ്യില്ലേ പാട്ട്. അങ്ങനെ ഈ പാട്ട് ഇങ്ങനെ, അത് മാത്രല്ല എനിക്ക് വാസ്തവത്തിൽ എന്നാ ആര് പാടുന്നതിനൊക്കെ രവിട്ടം പാടുന്ന പാട്ട് ഇഷ്ടം, നേരിട്ട് പാടുന്ന ഞാൻ കേട്ടു തുടങ്ങിയത് അതാണ്. അപ്പൊ ആ എന്തൊക്കെയാണെങ്കിലും ശരി, നമ്മള് ഉള്ളിൽ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നു, അത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ളൊരു ചെറിയ ഡിഫറൻസ് വരുമല്ലോ. നമ്മൾ തന്നെ നമ്മൾ എന്താണോ മനസ്സിലിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ കണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്ന ആ ഒരു ഫീല്, ഉള്ളിൽ കാണുന്ന ഫീല് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രത്തോളം വന്നുകൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു കേട്ടം ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ. ഈവൻ ദാസേട്ടൻ പാടുമ്പോൾ പോലും കേട്ടം പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ദാസേട്ടൻ്റെ ബെറ്ററായിട്ട് പാടിയിട്ടുണ്ടാവും, ബെസ്റ്റായിട്ട് പാടിയിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കായി വേറൊരു ഫീലായിരിക്കും ഈ പറഞ്ഞു കൊടുക്കാം വീട്ടിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അതുകൊണ്ട് അത് വീട്ടിൽ നേരിട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടും, അത് കിട്ടുമല്ലോ. ഇവിടെ മേനക സുരേഷൊക്കെ പറയും, ഹരിവള്ളിയും ഒക്കെ പാടുന്നത് രവിട്ടം പാടിയത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സുരേഷ് സ്റ്റേജിൽ എപ്പോഴും പറയും, എല്ലാ സ്റ്റേജിലും പറയും അതുപോലെ കാസറ്റ് പാടിയത് ഓപ്പൺ ആയിട്ട് പറയും. എന്നുവെച്ചാൽ അത് രവിട്ടം പാടുമ്പോൾ ഫീല് അതല്ല, ഡിഫറൻസ്. അപ്പൊ അങ്ങനെ ഒരു അത് കൊണ്ടുവന്നിട്ട് ഒരുപാട് പാട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേൾക്കാതൊരു പാട്ടും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഞങ്ങളെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് റെക്കോർഡിങ്ങും ഇന്നത്തെ പോലത്തെ ഒന്നുമല്ല.
ഒരു ദിവസം 2 പാട്ട് എടുക്കും, 2 ദിവസം കൊണ്ട് 4 പാട്ട് തീർക്കും. ഫുൾ വിത്ത് ഓർക്കസ്ട്രയോട് കൂടിയിട്ട്, ലൈവ് ഓർക്കസ്ട്ര ലൈവ് ഓർക്കസ്ട്രയോട് കൂടിയിട്ട് മൊത്തം ചെയ്യും. അത് എല്ലാവരും കൂടി ചേർന്ന് ഒരു ഹാളിലിരുന്നു ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ഒരു പഠിച്ചിട്ട് പോയിട്ട് ഉച്ചവരെയ്ക്ക് 1 മണിക്ക് 2 തൊട്ട് 9 വരെയൊക്കെ അങ്ങനെയുള്ള 2 പാട്ട്. ഒരുപക്ഷെ ദാസേട്ടൻ്റെ മാത്രം വോയിസ് ട്രാക്കായിരിക്കും, ബാക്കിയെല്ലാം അതിൽ ട്രാക്ക് വോയിസ് ആയിരിക്കും പാട്ടുണ്ടാവും. അങ്ങനെ ഈ 2 പാട്ട് കൊണ്ട് രാത്രി ആൾ വീട്ടിൽ വരുന്നത്. വരുന്ന സമയത്ത് 11 മണി 12 മണിക്ക് 2 പാട്ട് കൊണ്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളത് ഇട്ട് കേൾക്കുമല്ലോ, ഒരു 3-4 തവണ ഇട്ട് കേൾക്കും. 3-4 തവണ ആ രാത്രിയിൽ 12 മണിയാണെങ്കിൽ ശരി ഇട്ട് കേൾക്കും. അപ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അന്ന് വരെയും നമ്മൾ കേൾക്കാത്ത വേറൊരു ട്യൂൺ. പക്ഷെ ഞാനത് മുമ്പ് ലേട്ടൻ പാടി കേട്ടിട്ടുണ്ടാവും, എങ്കിലും കൂടിയാ മൊത്തം വിത്ത് ഓർക്കസ്ട്ര ലിറിക്കോട് കൂടിയിട്ടെല്ലാം വരുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ റെക്കോർഡ് കിട്ടുന്നില്ല. ഇപ്പോൾ ഓരോ ദിവസങ്ങൾ, ഒരു ദിവസം അത്, ഒരു ദിവസം ഇതൊക്കെ എടുത്ത് അവസാനം എല്ലാണ്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു മാസം പെട്ടു. അപ്പം എപ്പോഴും ഭാര്യമാർക്കാണാലും പ്രണയികൾക്കാണാലും വേറൊരു പെൺകുട്ടിയെ ഓർത്തോണ്ടൊരു ഒരു പാട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ചിലപ്പോൾ വിഷമമുള്ളതായിരിക്കും. മറ്റേ ശാരീരി എന്നൊരു പാട്ട്, ആ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലുള്ള ഫീൽ ഉണ്ടായിരുന്നു. കഥാപാത്രം ഈ രവീന്ദ്രൻ മാഷെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വിട്ട് നിന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. എങ്ങോട്ടും പോയില്ല, എവിടെ വേണേലും ശരി വീട്ടിലെത്തിയാൽ സമാധാനം ഉണ്ടാവും. ഈവൻ റെക്കോർഡിങ് കൂടെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, ഇത് വീട്ടിൽ വിട്ട് പോകാൻ മടിച്ചിട്ട് എപ്പോഴും വീട്ടിൽ തന്നെ. ശരി, മേജർ മ്യൂസിക് കമ്പോസിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ആയിരിക്കും, ആ റൂമിൽ വിട്ട് പുറത്തിറങ്ങൂല, കാഴ്ച കാണാൻ പോകുന്ന സഭ ഒന്നുമില്ല, എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ പറയും ഒരു ഫോണും വേണം, എന്തിനെന്നെ വിളിക്കാൻ വിളിക്കണം മണിക്കൂറിന്. അതായത് റണ്ണിങ് കമന്ററി മാതിരിയാ, വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അപ്പോഴപ്പോഴും അറിഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര തിരക്ക് പിടിച്ച് റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിലും വീടിനെ മറക്കുവോ, അല്ലെങ്കിൽ പല ആൾക്കാർ ബിസി ആയിക്കുമ്പോഴത്തേക്ക് വീട് മറക്കുന്നു. അങ്ങനത്തെ സ്വാതന്ത്ര്യമായിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴും വീട് വരുന്ന. ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇതൊരു കോളേജിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ കുറിച്ചാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത്. ശരിമരി രാജേശ്വരി ഗാനമേളയിൽ പോയിട്ടോ, അത് ശരിയാണോ? അത് എന്നിട്ട് ശരി, എന്നെ കല്യാണം കഴിച്ച ശേഷമാണ് പറഞ്ഞത്. അതിന് മുമ്പ് അതിലൊരു കുട്ടി എൻ്റെ ഇതായിരുന്നു, ഞാൻ സ്നേഹിച്ചിരുന്നായിരുന്നു, പിന്നെ പറ്റിയില്ല, വീട്ടുകാരെ എതിർത്തതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് മനസ്സിൽ ഉള്ളിലൊന്നും ഉണ്ടായിരിക്കാം, എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊക്കെ ഒരു പെൺകുട്ടി സ്നേഹം ഉണ്ടെന്നുണ്ടായിരിക്കാം. പക്ഷെ ഇല്ല, ഞാൻ അത് കല്യാണം കഴിച്ചിട്ട് പോയി. ഈ കുട്ടിയെ പിന്നീട് രവിട്ട ഡൽഹിയിൽ മറ്റേ ദേശീയ എന്തുകൊണ്ടായിരുന്നു സ്പെഷ്യൽ മെൻഷൻ അവാർഡ് പിടിക്കും. അതിന് പോയ സമയത്ത് അവിടെ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ പെൺകുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടി അടുത്ത് വന്നു. അപ്പൊ എന്നോടൊന്നും അറിയാനോ, എനിക്കുണ്ടാകേണ്ടത് കുട്ടി വേറൊരാളുടെ കുട്ടി, ഞാനായിരുന്നു പെൺകുട്ടി ഭയങ്കര ഇഷ്ടമാണ്, എനിക്കുണ്ടായിട്ടൊരു മോളായിരുന്നു അത്. എന്നോട് പ്രത്യേക വാത്സല്യം തോന്നി. അപ്പൊ ഞാൻ അല്ലല്ലോ, വേറെ വേണ്ടിയില്ല, എന്നാലും അപ്പോഴും മനസ്സിലുണ്ടോന്നല്ലേ, ഇതിനെ ഉണ്ടോന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ ആരംഭത്തിലൊക്കെ ഞാൻ ഭയങ്കര എന്താ പറയാ പ്രശ്നമുണ്ടാക്കിയ ഒരാളാണ്. ഭയങ്കര എന്താ പറയുന്ന, ഞാൻ പറഞ്ഞില്ല, വളരെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സോഷ്യൽ ഇടപെടലൊന്നും അറിയില്ല, പെൺകുട്ടികളോട് സംസാരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായി എൻ്റെ വീട്ടിൽ. ശരിയായിട്ടും ഭയങ്കര ക്ഷമയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതൊക്കെ പറയണം. ടെൽമ ഇപ്പോഴും ഉണ്ട്, ടെൽമ എന്നൊരു പാട്ടുകാരി ഉണ്ടെന്ന് പറയട്ടെ, കൂടെ എന്തൊരു എന്താ കൈലാസ്നാഥ്, ലതാ കൈലാസ്നാഥ്, അവൾ വെസ്റ്റേൺ സോങ് ടെൽമ സോങ് അത് തണ്ടർബേഴ്സ് ട്രൂപ്പിൽ പാടിക്കൊണ്ട് കല്യാണ സമയത്ത്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര കമ്പനി, ഞാൻ മാത്രം ഒറ്റപ്പെട്ടത്. കാരണം വെച്ചാൽ എനിക്ക് മ്യൂസിക് അറിയില്ല, പിന്നെ ഗ്രാമത്തിൽ വന്നാൽ ഇവിടേക്ക് സംസാരിക്കാനൊന്നും അറിയില്ല, മാറി നിൽക്കും. അപ്പോൾ അവരോട് സഹജമായിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനവരുടെ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും ഒരു ദിവസം ആ കുട്ടി ടെൽമ സാരിയുടെ ഇങ്ങനെ ഒന്ന് പിടിച്ചു, ടെൽമ ഈ സാരി ഇടുന്ന വാങ്ങിച്ചെന്ന് ചോദിച്ചത്, ഇത്രയേ ഉള്ളൂ സംഭവം. ആരും ചോദിച്ചു, അന്നേ വലിയ പ്രശ്നം ഉണ്ടാക്കി. അല്ല എന്തൊരു സാരിയിൽ പിടിച്ചത്, അല്ല ശോഭ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ശരി, ഇവർക്ക് വാങ്ങിച്ചെന്ന് ചേച്ചിക്ക് വേണ്ടി സാരി മേടിക്കാനായിരിക്കും പിടിക്കാതെ ചോദിച്ചൂടെ, സാരി ചോദിക്കാമല്ലോ. അത്രയ്ക്കും പ്രശ്നം കൊണ്ടുവന്ന ആളാണ് ഞാൻ. പക്ഷെ അതൊക്കെ പാവം ക്ഷമാപൂർവ്വം സഹിച്ച് ക്ഷമിച്ച് കൊണ്ടുവന്ന് എന്നെ ഒന്ന് ആക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രവിന്റെ സംബന്ധിച്ച് ഞാൻ ഒരു ഗുരുവിന്റെ സ്ഥാനത്തോട് കാണും. പാട്ട് പഠിപ്പിച്ചതല്ല, പാട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ച് തോറ്റുപോയ ആളാണ്. അത് മറ്റു കാര്യങ്ങൾ ഈ ഗ്രാമത്തിൽ ഉള്ള ആ രീതി അല്ലാതെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും പോയിട്ടില്ല. അത്രയും വർഷം, ഈ 17 വർഷം ഞാൻ എൻ്റെ ഗ്രാമം വിട്ടിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് പുറത്ത് കിടക്കുന്ന ഒന്നും അറിയില്ല, എങ്ങനെ ആൾക്കാരോട് പെരുമാറണമെന്ന് അറിയില്ല,
ടേബിൾ മാനേഴ്സ് അങ്ങനത്തെ പല കാര്യമൊന്നും എനിക്കറിയില്ല ഇപ്പോഴും. അപ്പോൾ അതൊക്കെ എന്നെ ഇങ്ങനെ വളരെ പക്വമായിട്ട് പഠിപ്പിച്ച് സത്യം പറഞ്ഞൊരു 10-15 വയസ്സായപ്പോഴാണ് ഞാൻ ശരിക്കും ശരിയായിട്ടുള്ള ഭാര്യയായത്. ഈ ഏജ് ഡിഫറൻസ് നല്ലതാ. അതൊന്നും നമുക്ക് അത്ര ഒരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല. ഒരിക്കലും ശരി അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒരു കാര്യം നമ്മളങ്ങനത്തെ. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ കുറേ പേരുണ്ട്. friends ഇപ്പോഴല്ലേ ഇതൊക്കെ അങ്ങനെ ഒരു ഈക്വലായിട്ട് കൊണ്ടുപോകുന്നൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരി ഇനി ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് ശരിക്കും പറഞ്ഞ പാഠം പോലെയാണ് ഒരു ബെറ്റർ പേഴ്സൺ ആക്കിയത്. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. ബെറ്റർ പേഴ്സൺ ആക്കിയ രവിട്ടൻ തന്നെയാണോ ഇനി പുറത്ത് ആൾക്കാർക്കൊന്നും ഇടപെടാൻ ഒന്നും എനിക്കറിയാത്തതാണ്. ഒക്കെ എന്നെ എല്ലാം ശരി അത് ഈ അടുത്ത നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ വിളിക്കുമല്ലോ. അപ്പോൾ നമുക്കറിയില്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഉരുട്ടി കഴിക്കുന്ന അവർ വീട്ടും പറയും അങ്ങനെ കഴിക്കുന്ന സാവത്തിൽ വന്നിട്ട് ഇങ്ങനെ ഈ 4 വെള്ളേ ആകാൻ പാടുള്ളൂ തിരക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്ഷമയോടെ എന്താ ഞാൻ പറഞ്ഞില്ല ഈ ഇപ്പം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ഉള്ള നമ്മൾ ആലോചിച്ച് കഴിച്ചാൽ നിസ്സാര കാര്യങ്ങൾക്കാണ് ഈ ഡിവോഴ്സൊക്കെ പോകും അല്ലെ. നിസ്സാര കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കി എൻ്റെ ജീവിതത്തിലൊക്കെ ശരി അന്നേ ശരി എപ്പോഴായിരിക്കും അന്നത്തെ സമയത്തായിരുന്നു. പക്ഷെ പിന്നെ ഒരു 30 വയസ്സിന് ശേഷമൊക്കെ ചെയ്യപ്പോഴത്തേക്ക് ഞാനിത് ഏകദേശം നല്ല ഒരു മെച്യൂറായി. പിന്നെ എനിക്ക് നല്ലപോലെ മനസ്സിലായി ഡേവിഡിനെ മനസ്സിലാവുകയും പിന്നെ ഡേവിഡിന് നോട്ടം അല്ലെങ്കിൽ ഒരു എല്ലാം നമ്മളെ മൂവ്മെന്റ് വെച്ച് മനസ്സിലാക്കും. ഒന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. 30 ശേഷമാണോ ശരിക്കും രവീന്ദ്രൻ മാഷോട്ടുള്ള ജീവിതം കുറച്ചുകൂടെ രസകരമായി ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു? സംശയമില്ല. പിന്നെ നമുക്ക് മനസ്സിലായി പണ്ട് നമുക്ക് കുറേ സംശയങ്ങളും പിന്നെ ഒരു പേടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആ സമയത്തുണ്ടായിരുന്ന ഈ വീട്ടുകാർ വീണ്ടും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർ സമ്മതിച്ചു തരില്ല. ശരി ഞങ്ങൾ വെട്ടായിട്ട് താമസിക്കുന്നു പറഞ്ഞാലും അവർ സമ്മതിച്ചു തരില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇടപെടലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു. വിട്ടുപോകുമോ അല്ലെങ്കിൽ ഇതായി പോകുമോ അല്ലെങ്കിൽ ഞാനായിട്ടുണ്ടാകുന്ന പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മനസ്സിലായി അങ്ങനത്തെ ഒന്നുമല്ല. വീടിൻ്റെ ആ ഒരു ആത്മാർത്ഥ സ്നേഹവും വളരെ സ്നേഹമായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ പണ്ട് ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ച സമയത്ത് പിന്നെ കഷ്ടപ്പെടുന്ന സമയത്താണ് ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്താണ്. ഡിബേറ്റിനാണെങ്കിൽ എന്തെങ്കിലും ഈ കോറസിനാണ് പോകുന്നത്. കോറസ് പാടാൻ പോയിട്ട് 75 രൂപ അവർ കോറസിന് കിട്ടുക. 9 രൂപ കൺവീൻസും അത്ര 84. ഞങ്ങൾ താമസിക്കുന്നത് 75 രൂപ വാടകയാണ്. 70 കറണ്ട് ബില്ലിട്ടാൻ കൂടെ സമയം ഉണ്ടായാലും 1 കിട്ടുള്ളൂ. 2 കുട്ടികൾ നടക്കണം. ഏത് ഇരട്ടകളാണോ കിട്ടും. അപ്പോൾ ഇത്രയും പേരുടെ ഇത് നോക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടം വായിക്കും. ഒരുപാട് കടമൊക്കെ പലയിടത്തുനിന്ന് വായിക്കും. ഈ കടം വായിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഇതിനെയൊക്കെ കഷ്ടപ്പെടുത്താനെ കണ്ടു കഴിഞ്ഞാൽ അത് പതി കൊടുത്തിട്ട് വരും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു കേട്ടോ. എന്നിട്ട് പക്ഷേ ഷാബേ ഞാൻ വരുമ്പോൾ പറയാം എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കും. നമ്മളെക്കാൾ വായിച്ചത് ഷാബേ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. പൈസ ഇല്ലാത്ത ഭാര്യ മക്കള് ഇവരൊക്കെ നോക്കേണ്ടുന്ന കാര്യം എത്ര ബുദ്ധിമുട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കും അതേപോലെ ആയിരിക്കുമല്ലോ. ഈ അവരൊക്കെ ചോദിക്കും. പക്ഷെ എന്നാ എൻ്റെ വീട്ടിൽ വിട്ടിട്ട് എങ്ങോട്ടും പോകില്ല. ഒരു പാർട്ടി ഒരു ഒന്നിൻ്റെ വീട്ടിൽ വിടും. അന്നൊക്കെ അവരൊക്കെ ചോദിക്കും എങ്ങനെയാ വീട്ടിലിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ രാവിലെ എങ്ങനെ പുറത്തിറങ്ങിയാൽ മതിയെന്ന രാത്രിയാകുമ്പോൾ വീട്ടിൽ വന്നാൽ മതി. പക്ഷെ ഇതെങ്ങനെ വീട്ടിൽ തന്നെ പോലെ എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം ഇരിക്കുന്ന ഇഷ്ടം. എൻ്റെ മക്കളോടൊപ്പം എൻ്റെ വീട്ടിലിരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഒരു വളരെ ബെറ്ററായിട്ടൊരു മനുഷ്യൻ അല്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ് അതെൻ്റെ ശുദ്ധ സംഗീതം പോലെ ഒരു ശുദ്ധ മനുഷ്യനായിരുന്നു. അതും കൂടെ മനസ്സിലാകണം. ശുദ്ധ മനുഷ്യൻ വെച്ചാൽ ആരെയും പറ്റിക്കോ പാര വയ്ക്കോ അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ല. എനിക്ക് ആരെയും ദ്രോഹിക്കുന്ന സ്വഭാവം ഇല്ല. പിന്നെ ആരോടും അങ്ങനത്തെ ഒരു നശിപ്പോട്ടം ചിന്തയോ ഒന്നുമില്ല.